നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രി ആരാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം വരാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഉള്ള ഒരാഗ്രഹം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മളുടെ മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടത് നമ്മുടെ ഒരാവശ്യമാണല്ലോ. അതിലൊരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഗവൺമെൻറ്, ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ അഴിമതി കാണിച്ചു, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അഴിമതി കാണിച്ചു, ഇല്ലെങ്കിൽ പാർട്ടി അഴിമതി കാണിച്ചു എന്നെല്ലാം ഒരുപാട് ഡിസ്കഷൻ പലപ്പോഴും നിയമസഭയിലും പുറത്തുമായിട്ടുണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കൂടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരു നേതാവോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവോ ഇതുവരെ ഒരു അഴിമതി കേസിലും പെട്ടിട്ടില്ല. അവർ ഇതുവരെ ഒരു ശിക്ഷയും അനുഭവിച്ചിട്ടുള്ളതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന മുഖ്യമന്ത്രി തീർച്ചയായിട്ടും നിങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അങ്ങനെ അഴിമതി ചെയ്തിട്ടുള്ള ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടിയോ അതും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബന്ധുക്കാരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തുകയും കണ്ടുപിടിക്കുകയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ഒരാവശ്യമാണ്. ഇത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളും ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന മുഖ്യമന്ത്രിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഇത് പറഞ്ഞ് ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള നമ്മുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അഴിമതി കാണിച്ചിട്ടുള്ളവരെ പിടിക്കുകയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ മറ്റു പലരുടെയും ആഗ്രഹമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമോ നമുക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.